സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കൊള്ളാലോ. ഡോ നോക്കി നിൽക്കാതെ പെട്ടെന്ന് ഇറക്കടോ. വേഗം അടുത്ത് അവിടെ കിട്ടുവേ. ഓ, അശ്വതി മഹാദേവൻ വന്നിറങ്ങുമ്പോഴേ ആദ്യം ഇതൊക്കെ വേണം കലക്കനായിട്ട് കാണാൻ. ഓ മുതലാളി, ഡോ അഴിക്കടോ. ശാന്തം നോക്കി നിൽക്കാതെ പിടിച്ച് കെട്ടറ. ഓ ഇവിടെ ഒന്ന് വെച്ചു. എങ്ങനെടാ ഏട്ടാ? അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഏട്ടന്റെ ഫ്ലെക്സിന് മുന്നിലേ അശ്വതി മഹാദേവന്റെ ഫ്ലെക്സിനൊന്ന് നിറം മങ്ങിയിട്ടുണ്ട്. നിറമൊന്നും മങ്ങിയിട്ടില്ല, എല്ലാം ഒറ്റ ക്വാളിറ്റിയാ. എന്റെ പിള്ള പൊട്ട. എടോ, ഞാൻ പറഞ്ഞത് ഇവരെക്കാൾ സൗന്ദര്യം ഞങ്ങളുടെ ഏട്ടനുണ്ടെന്നാ. അത് പിന്നെ പ്രത്യേകം പറയണോ? വിശ്വനാഥ മുതലാളി മോഹൻലാൽ അല്ലേ? പാവങ്ങളുടെ മോഹൻലാൽ. നിന്നെ പൈസ പോടോ. വേണ്ടായിരുന്നു. ഇരിക്കട്ടെ, പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ. പിന്നെ വേഗം പോയി ആ പടക്കവും ഡാൻസുകാരെയും താലപ്പൊലിക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തണം. അവര് കൃത്യം 11 മണിക്ക് എത്തും. അതൊക്കെ റെഡിയാണ് ഏട്ടാ. സമയമാവുമ്പോ എല്ലാം ഭംഗിയായിട്ട് ഞങ്ങൾ നടത്തിയിരിക്കും. അതെ, ഒരു ടെൻഷനും ആ കാര്യത്തിൽ ഏട്ടന് വേണ്ട. ഏട്ടാ വാ, വിളിച്ച. പാവങ്ങളുടെ മോഹൻലാൽ. അത് കൊള്ളാം. എന്റെ മോൻ വിശ്വം കണ്ടുപിടിച്ചതല്ലേ, നന്നായിട്ടുണ്ട്. എന്റെ അമ്മോ, ഇത് വീടാണോ അത് കൊട്ടാരമാണോ? ചുമ്മാ കണ്ണ് വെക്കാതെടി കരിങ്കാലി. പോട്ടടി, അവളൊരു വികാരം രേഖപ്പെടുത്തിയതല്ലേ. ഇവൾക്കല്പം വികാരം കൂടുതലാ. മര്യാദയ്ക്ക് മിണ്ടാതെ കൂട്ടത്തിൽ വന്നോണം കേട്ടോ. ഇന്ന് തൊട്ട് ഈ വീട്ടിൽ താമസിക്കണമെന്ന് പറയുമ്പോ എന്തോ ഒരു ചങ്കിടിപ്പ്. എന്നാ പിന്നെ നീ പഴയ വീട്ടിൽ പൊയ്ക്കോടി. അനുവാദം കിട്ടിയാ ചെയ്തേനെ. ഒന്നുമല്ലെങ്കിലും ആരുടെയും പീഡനം സഹിക്കാതെ ഒറ്റയ്ക്ക് സുഖമായിട്ട് ജീവിക്കാലോ. എന്നാ നീ ഇവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ട, ഇറങ്ങി പൊക്കോടി. എന്താ ഇത്? നല്ലൊരു ദിവസമായിട്ട് അവള് വെറുതെ തമാശ പറഞ്ഞത്. അവരൊരു തമാശ പറയുന്ന തമാശയാണെന്ന് കേൾക്കുന്നവരോട് തോന്നണ്ടേ ഏട്ടത്തി? എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞു. മാണിക്യം ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ വിധി നിർണായകമായ ഒരു ദിവസമായിരുന്നു. ആലപ്പുഴയും കേരളവും വിട്ട് നമ്മുടെ പ്രശസ്തി 7ാം കടലിനക്കരെ പോവാ. പിന്നെ ഈ പറയുന്ന അശ്വതി മഹാദേവൻ വന്നു പോകുന്നവരെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയ നല്ല ദിവസം മോശ ദിവസമൊന്നും ഞാൻ നോക്കുകയല്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഏട്ടൻ പറഞ്ഞതാ. ഇതൊക്കെ ഇവിടെ നിങ്ങളോട് പറയാം. നിന്നോട് ഞാൻ പ്രത്യേകം പറയുക, മര്യാദയ്ക്ക് നാക്കടക്കി വെച്ചോണം.
ഇല്ലെങ്കിൽ കാരണം നോക്കി പടക്കം പൊട്ടിക്കളഞ്ഞ. യോ ഈശ്വര, അശ്വതി ഒന്നും തോന്നുന്നു. ദൈവമേ. വെൽക്കം മാഡം. താങ്ക് യു. എന്താ ഇതൊക്കെ? ഇത് ഓക്കെ. ഞാൻ വിശ്വനാഥൻ, അത് വെടിക്കെട്ട്. അതല്ല, എന്തിനാ ഇതൊക്കെന്ന്? ഓ, അത് പിന്നെ അശ്വതി മേഡത്തെ പോലൊരു വലിയ VIP വരുമ്പോ ഞങ്ങൾ അറിഞ്ഞ് സ്വീകരിക്കണ്ടേ? ഞങ്ങൾ ആലപ്പുഴയിലെ മുതലാളിമാരുടെ രീതി ഇങ്ങനെയാ. വേണ്ടപ്പെട്ടവരെ അറിഞ്ഞങ്ങ് സ്വീകരിക്കും. പണ്ട് 52-ലെ ആദ്യത്തെ വള്ളംകളി കാണാൻ സാക്ഷാൽ ജവഹർലാൽ നെഹ്റു വന്നപ്പോഴും ഞങ്ങൾ ഇങ്ങനെ തന്നെയാ സ്വീകരിച്ചേ. അങ്ങനല്ലേ നെഹ്റു ട്രോഫി വള്ളംകളി ഉണ്ടായത്? ഓഹോ. അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു. അത് എന്റെ അമ്മ, മാണിക്യമംഗലത്ത് ഹൈമവതി അമ്മ. അത് എന്റെ ഭാര്യ കാവേരി. അത് അനുജന്മാരുടെ ഭാര്യമാരാ, നന്ദിതയും മൈഥിലി. ഇവിടുത്തെ രീതി അങ്ങനെ, ആദ്യം സ്ത്രീകളെ പരിചയപ്പെടുത്തും. അല്ല, എന്താടാ അതിന് പറയുന്നേ? ലേഡീസ് ഫസ്റ്റ്. അത് തന്നെ. ആ, ഇനി എന്റെ കൂടപ്പുറപ്പുകളെ പരിചയപ്പെടുത്താം. ഇത് ചന്ദ്രദാസ്. നമസ്കാരം. ഇത് അജയ് ഘോഷ്. ഇവരുടെ താഴെ ഒരുത്തനോടുണ്ട്, ഹരിദാസ്. ഓ, അവനും അവന്റെ ഭാര്യ ജനനിയും കൂടി ബാംഗ്ലൂരിലെ ജുവലറി നോക്കി നടത്തുക. മാണിക്യം ഹരി ജുവലേഴ്സ്. ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇനി പരിചയപ്പെടലൊക്കെ നമുക്ക് അകത്ത് നിന്നിട്ടാവാം. വേണം വരണം. ഒരു മിനിറ്റ്. എടോ, ആ ഡാൻസുകാരും താലപ്പൊലിക്കാരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു മുതലാളി. എന്നാ പിന്നെ വിളിക്കുക. വേഗം വാ, വേഗം വാ. അല്ല, എന്താ ഇതൊക്കെ? ഇതും ഇവിടുത്തെ ഒരു ആചാരം മാഡം. മിനിസ്റ്റർ ഏർപ്പാടാക്കി തന്ന ഇവന്റ് മാനേജ്മെന്റ് ആരാ. അപ്പോ ഈ ആലപ്പുഴ കേരളത്തിലൊന്നും അല്ലേ? ആലപ്പുഴ കേരളത്തിലാ, പക്ഷെ മാണിക്യമംഗലം കേരളത്തിലല്ല. അത് ഭൂമിയിലെ സ്വർഗത്തിലാ മാഡം. ശരി എന്താ ശരി. നോക്കിയിരിക്കുന്നേ? എന്നാ പിന്നെ തുടങ്ങട്ടെ സ്വീകരണം. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രാക്കുളി നാളാണേ. പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും
ഗംഭീരമായിരുന്നു. എന്നാ പിന്നെ ഇനി എല്ലാവരും പോയിക്കോ. ചന്ദ്ര, ഏട്ടാ എടാ അവർക്ക് വേണ്ടുന്ന എന്താണെന്ന് ശരി വെച്ചാൽ ഏട്ടാ വരൂ. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ആഘോഷത്തിന് കുറെ കാശ് പൊട്ടിച്ചിട്ടുണ്ടല്ലോ. ഓ ഇത് വല്ലതും ഒരു ആഘോഷമാണോ മോളെ? ഒരു മിനിറ്റ്. മുല്ലയ്ക്ക ചെറുപ്പിന് എത്ര ലക്ഷം രൂപയാണെന്ന് അറിയാമോ ഹലോ. വിഷം വാരി കോരി കൊടുക്കുന്നത്? പറ. അതിന് മാത്രമല്ല, ആലപ്പുഴയിൽ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും നാട്ടുകാർക്ക് വിശ്വനാഥ മുതലാളി മതി. വള്ളംകളി, ഓണാഘോഷം, സപ്താഹം, നവാഹം, പള്ളിപ്പെരുന്നാൾ എന്ന് വേണ്ട ഈ നാട്ടിലെ മുഴുവൻ ആഘോഷവും മോനാ നടത്തുന്നത്. കാശുകാര് മാത്രമല്ലല്ലോ മാണിക്യമംഗലത്തുകാര്, നല്ല പാരമ്പര്യമുള്ള കുടുംബക്കാരുമാണല്ലോ. ഓ, ആ, പിന്നെ ഈ ഇളയ മരുമകൾ എന്താ ആ കുട്ടിയുടെ പേര് പറഞ്ഞത്? ഒരു സെക്കൻഡ്. ജനനി. ആ, ജനനി. ആ കുട്ടി ഇന്ന് എത്തുമല്ലോ അല്ലേ? എന്താ മേഡം? അല്ല, മാണിക്യമംഗലത്തെ മരുമക്കളെ എല്ലാരും ഒരുമിച്ച് കാണാലോ. ഒരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി? ചേച്ചിയോ? ഏ? മാഡം മാഡം റെഡി. എന്താ സഹോദര ഇത്? ആ കുട്ടി എന്നെ ചേച്ചിന്ന് വിളിച്ചത് മനസ്സുകൊണ്ടാ. അതല്ലേ കേൾക്കാനും ഉൾക്കൊള്ളാനും ഒരു സുഖം. കുട്ടി ചോദിച്ചോളൂ, എന്താ അറിയേണ്ടത്? ഈ കാതി കിടക്കുന്ന കമ്മല് ഗോൾഡ് ആണോ? അല്ല, വലിയ വലിയ കാശുകാരൊക്കെ സ്വർണം ഇടാറില്ല. വളരെ സിമ്പിൾ ആണെന്നാ കേട്ടിട്ടുള്ളത്. മേഡം, മേഡം ക്ഷമിക്കണം. ഇവിടെ ഇത്തിരി കുസൃതിയാ. ഹലോ. അത് നല്ല കാര്യല്ലേ? മരണം വരെ ഒരു പെണ്ണിനെ തന്റെ കുട്ടിയത്തും കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ അതിൽ പരം എന്ത് ഭാഗ്യ വേണ്ടത്? യു ആർ സോ ലക്കി. മൈഥിലി എന്നല്ലേ പേര് പറഞ്ഞത്? അതെ മാഡം. മാഡം അല്ല, അശ്വതി. ഇനി അങ്ങനെ വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം വിളിച്ച പോലെ ചേച്ചി നാക്കിക്കോ. ശരി. അല്ല മേഡം, വീടൊക്കെ ഒന്ന് ചുറ്റി കാണണ്ടേ? സമയമുണ്ടല്ലോ, കാണാം. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി ആരും പറഞ്ഞില്ല. എന്താ മേഡം? അല്ല, ഈ വീട്ടിലെ 4 മരുമക്കളെയും എനിക്ക് ഒന്നിച്ച് കാണാൻ പറ്റുമോന്ന്. ഹരിയും ജനനിയും വരുമെന്നാ പറഞ്ഞത്. ആ, സന്തോഷം. അല്ല മേഡം, മിനിസ്റ്ററെ ഞാൻ ഇപ്പൊ വിളിച്ചത് എരുമേലിൽ ഒരു പരിപാടിയില്ല. അരമണിക്കൂറിനും പുറപ്പെടുന്നാ പറഞ്ഞേ. വന്നോട്ടെ, എനിക്ക് ഒരു തിരക്കുമില്ല. ഞാൻ ഏതായാലും ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാറ്റിവെച്ചിരിക്കുക. വളരെ വളരെ സന്തോഷം. മോള് വന്ന എന്നാ പിന്നെ ഇവരും വരട്ടെ. വാ. മൊത്തം കോളാ. അജയ, അശ്വതി മേഡത്തെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് വരെ ഈ 3 എണ്ണത്തിന്റെ മേലും നിങ്ങൾ കണ്ടോണ്ടാണോ കേട്ടോ? മൊത്തം കോളാ. അജയ, അശ്വതി മേഡത്തെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് വരെ ഈ 3 എണ്ണത്തിന്റെ മേലും നിങ്ങൾ കണ്ടോണ്ടാണോ കേട്ടോ? വല്ല വിവരക്കേട് എഴുന്നള്ളിച്ച് വലതുകാലം വെച്ച് കയറി വന്ന മഹാലക്ഷ്മിയെ അവളുമാരി ഇടതുകാലം കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഞാൻ സൂക്ഷിച്ചോളാം. എല്ലാം വളരെ കരുതലോടെ വേണം. ശരി ഏട്ടാ. കാവേരി, നന്ദിത, മൈഥിലി. ഇനി വരാനുള്ളത് ജനനി. ശരിയല്ലേ? അതെ. സത്യത്തിൽ പേരോർമ്മയിൽ നിന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളെയൊക്കെ എനിക്ക് വളരെ നേരത്തെ അറിയാം. എങ്ങനെ? നിങ്ങളൊക്കെ അറിയപ്പെടുന്ന വലിയ ബിസിനസ് പെൺപുലികളല്ലേ? ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ ഡേറ്റയും കമ്പനി വെബ്സൈറ്റിൽ കണ്ടിട്ടുണ്ട്.
അയ്യോ മാഡം ഇതൊക്കെ ശ്രദ്ധിക്കൂ. എന്താ ശ്രദ്ധിച്ചാല് ഞാനും നിങ്ങളും ചെയ്യുന്നത് ഒരേ തൊഴിലല്ലേ? എന്താ അല്ലേ? അത് വെച്ച് ആനയും ആടിനെയും കമ്പയർ ചെയ്യല്ലേ? ബിസിനസ്സിൽ ചെറുതൊന്നും വലുതൊന്നും ഇല്ല കുട്ടി. അടിസ്ഥാനപരമായി നമ്മൾ ഒന്നാണ്, അധ്വാനിക്കുന്ന പെണ്ണുങ്ങൾ. ഇനി ഇവിടെ ആരോടും പറയാത്ത ഒരു സത്യം പറയട്ടെ. മാണിക്യം ഗ്രൂപ്പുമായുള്ള എക്സ്പോർട്ടിംഗ് കോൺട്രാക്ടിന് ഞാൻ സമ്മതിച്ചത് വിശ്വനാഥൻ മുതലാളിയുടെ പണവും പത്രാസും കണ്ടിട്ടോ മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്തിട്ടോ ഒന്നുമല്ല, നിങ്ങളെ കണ്ടിട്ടാ. നിങ്ങളെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാ. പെണ്ണ് പൂജിക്കപ്പെടുന്ന വീടല്ലേ ഇത്? ഇവിടെ അല്ലാതെ മറ്റെവിടെയാ അശ്വതി മഹാദേവൻ കോൺട്രാക്ട് സൈൻ ചെയ്യേണ്ടത്? ഒറ്റയ്ക്ക് പൊരുതി നേടിയ പെണ്ണാ ഞാൻ. ഞാൻ ശ്വസിക്കുന്നത് പോലും പെണ്ണെന്ന അഭിമാനത്തോടെ. നമ്മൾ ഒന്നാ, നമുക്കൊരേ ഭാഷയാണ്, സ്നേഹത്തിന്റെ കരുത്തിന്റെ ഭാഷ. സാർ, വിശ്വനാഥ് മുതലാളി. നമ്മളൊരു അരമണിക്കൂറിനകം എത്തുമെന്ന് പറ. ഹലോ. ആ സുഭാഷേ, നമ്മുടെ അശ്വതി മേഡം വന്നിട്ട് കുറച്ചു നേരം കേട്ടോ. സാർ, അശ്വതി മാഡം അവിടെ എത്തിയെന്ന്. ഇങ്ങതാ. വിശ്വനാഥ, ഞാനാ രാജശേഖരൻ. പറഞ്ഞ സാർ. ഞങ്ങൾ ഉടനെ അങ്ങെത്തും. കാവുംഭാഗം കഴിഞ്ഞു. പിന്നെ അറിയാലോ, അശ്വതിയെ നന്നായി ട്രീറ്റ് ചെയ്യണം. ഒന്നിനും ഒരു കുറവും വരരുത്. ഇല്ല സാറേ, സ്വീകരണം ഉൾപ്പെടെ ഗംഭീരമാക്കിയിട്ടുണ്ട്. അവരെ ആള് വളരെ സെൻസിറ്റീവാ. ഓർമ്മ വേണം. എന്തോ എടോ, ലോല ഹൃദയാണെന്ന്. ചെറിയ കാര്യം മതി അവര് കളഞ്ഞിട്ട് പോവാൻ. സെൻസിറ്റി. ഞാൻ വിചാരിച്ചു സെന്റിയാണ്. ഞാൻ എത്ര റിക്വസ്റ്റ് ചെയ്തിട്ട് അവരെന്നെ സമ്മതിച്ചെന്നറിയാമോ? ചുമ്മാ ഒന്നുമല്ലല്ലോ, ചോളകണ്ണി കൊടുത്തിട്ടല്ലേ. വിശ്വനാഥൻ എന്താ പറഞ്ഞേ? അല്ല, അവരെ പൊന്നുപോലെ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞാ സാറേ. എന്നാ ശരി, വന്നിട്ട് കാണാം. ശരി സാർ. മിനിസ്റ്ററാ ഉറങ്ങിയെത്താന്ന്. പടക്കമൊക്കെ റെഡിയില്ലേ? എല്ലാം റെഡി ആയിട്ടാ. താലപ്പൊലി ഡാൻസ് ഒന്നും വേണ്ടല്ലോ. അതൊന്നും വേണ്ട, അതിന് അവരെ പറഞ്ഞു വിട്ടല്ലേ. ഇവന്മാര് മൊത്തത്തിൽ പടക്കമാണല്ലോ. കൂട്ടത്തിൽ നമ്മുടെ പടക്കം കൂടെ അങ്ങ് പൊട്ടുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. എടാ, നമുക്കെന്തോ വലിയ ഔദാര്യം ചെയ്തു തരുന്ന പോലെ ആ മന്ത്രിയുടെ വർത്താനം. നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നതിന് ഒരു കണക്കൂല. അല്ലെങ്കിൽ ഇവന്മാരിങ്ങനെ ഒരു ഉപകാര സ്മരണയില്ലാത്തവരാ. അശ്വതി മേഡം എന്ത് ചെയ്യും? അവരെ പൊന്നുപോലെ നോക്കണതാ മന്ത്രിയുടെ കൽപ്പന. അതിനുവേണ്ടിയല്ലേ നമ്മളെ വീട്ടുകാരെ ഒഴിച്ച് വേറെ ഒറ്റ ഒരുത്തനെ ഇങ്ങോട്ട് കേട്ടായിരിക്കുന്നേ. നിങ്ങൾ വാ. ജനനി വിളിക്കുന്നു. ഹലോ ജനനി, നിങ്ങൾ എവിടെ എത്തി? ഞങ്ങള് നെടുമ്പാശ്ശേരിന്ന് അങ്ങോട്ട് വന്നോണ്ടിരിക്കുക ചേച്ചി. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്ത് കുഴപ്പം? നിങ്ങൾ വന്നോ? ഇങ്ങതാ ചേച്ചി. അതെ, നന്ദിതയാ. പറയൂ ചേച്ചി. അതെ, ഇവിടെ എന്ത് കുഴപ്പമുണ്ടെങ്കിലും നമുക്കത് ഫേസ് ചെയ്യാം. നിങ്ങൾ ധൈര്യമായിട്ട് വാ. ഇങ്ങ് കൊണ്ടുവാ, ഞാൻ പറയാം. അതെ, ഞാനാ മൈഥിലി ചേച്ചി. പിന്നെ അങ്ങനെ കാല് വെട്ടാനൊന്നും ആർക്കും പറ്റില്ല. ഇതൊക്കെ ചുമ്മാ ഒരു ആവേശത്തിന് പറയുന്നതല്ലേ. കാല് വെട്ടാനോ? നശിപ്പിച്ചു. ഇങ്ങോട്ട് കൊണ്ടുവരും. അതെ ജനനി, നിങ്ങളിപ്പോ എവിടം വരെ എത്തി?
അല്ല മൈഥിലി ചേച്ചി എന്താ പറഞ്ഞ? കാല് വെട്ടോ? അവൾക്ക് ഭ്രാന്ത. ഈ പുതിയ വീടൊക്കെ കണ്ടിട്ട് കിളിപോയി നിൽക്കുക. നിങ്ങൾ വേഗം വരാൻ നോക്ക്. ഇങ്ങെടുക്ക്, ഞാൻ സംസാരിക്കാം. അതെ, കാവേരിയാ. ആ ചേച്ചി, നീ എന്താ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ കൊണ്ടുവന്നേ? അത് പിന്നെ വെറും കൈയോടെ വരവല്ലേ? സാരമില്ല, നീ തന്നെയല്ലേ ഞങ്ങളുടെ സ്പെഷ്യല്. പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. ശരി ചേച്ചി. ശരി, അങ്ങോട്ട് മാറ്. ഒറ്റ ചവിട്ടങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. നിന്നോട് ആര് പറഞ്ഞു കാല് വെട്ടുന്ന കാര്യം അവളോട് പറയാൻ? ഞാനത് ഓർത്തില്ല ചേച്ചി. ഇങ്ങോട്ട് മാറി ചേച്ചി. ദേ, നിന്റെ ഓർമ്മകൾ എന്നേക്കുമായിട്ടും കളി, മനസ്സിലായോ? വിളിച്ചാ താൻ നേരെ പോയിട്ടെ ആ ചേർത്തല മധുവിന്റെ കട. എത്രയായി? ഇവരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ.